അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ഇജ്അൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില വ അൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹില. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. اللهم اجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. الحمد لله رب العالمين. സൂറ ബഖറനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുന്നിട്ടാ. നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു ഇരുട്ടിന്റെ നടുവിൽപ്പെട്ടു പോയതായി നമുക്ക് തോന്നിയിട്ടുണ്ടോ? എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കണം എന്നറിയാതെ മനസ്സാകെ വിഷമിച്ച് നിൽക്കുന്ന നിമിഷങ്ങൾ, ആ സമയത്ത് വഴി കാണിക്കാൻ ഒരു വെളിച്ചമുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ? അത്തരം ഇരുട്ടുകളെ വകഞ്ഞു മാറ്റി നമ്മളെ വീടിനെയും മനസ്സിനെയും പ്രകാശം കൊണ്ട് നിറക്കുന്ന ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം വെറും ഒരു അധ്യായം അല്ലല്ലേ, അതൊരു പ്രത്യേക ഗോപുരമാണല്ലേ സൂറത്തുൽ ബഖറ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടങ്ങളാക്കരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് തീർച്ചയായും പിശാച് ഓടി അകലും. നമ്മ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പിശാച് പോലും ഓടുന്ന, തിന്മകൾക്ക് കടന്നു വരാൻ കഴിയാത്ത അത്ര ശക്തമായ ഒരു കോട്ടയാണല്ലേ ഈ സൂറത്തുൽ ബഖറ. ഈ സൂറ ആരംഭിക്കുന്നത് തന്നെ മനുഷ്യന്റെ അഹങ്കാരത്തെ തകർത്തുകൊണ്ടാണല്ലേ. അലിഫ് ലാം മീം. എന്താണ് ഇതിന്റെ അർത്ഥം? ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാർക്ക് പോലും തലകുനിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അള്ളാഹുവിന് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം അറിയുന്നു. ഇവിടെയാണ് ഈ സൂറത്തിന്റെ ആദ്യത്തെ പാഠം. മനുഷ്യനായ നീ എത്ര അറിവ് നേടിയാലും അള്ളാഹുവിന്റെ അറിവിന്റെ മുന്നിൽ നീ ഒന്നുമല്ല. നിന്റെ യുക്തിക്ക് അപ്പുറമാണ് അള്ളാഹുവിന്റെ വചനം. തുടർന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലേ, ഇതൊരു ഗ്രന്ഥമാണ്, ഇതിൽ യാതൊരു സംശയമേ ഇല്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇതൊരു വഴികാട്ടിയാണെന്നല്ലേ. ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന വാർത്തകളായാലും കഴിക്കുന്ന ഭക്ഷണമായാലും എന്തിന് നമ്മുടെ ഭാവി എന്താകും എന്നത് വരെ നമുക്ക് സംശയമല്ലേ. എന്നാൽ നമ്മുടെ റബ്ബ് നമുക്ക് ഉറപ്പ് തരണല്ലേ, എന്റെ ഗ്രന്ഥത്തിൽ നിനക്ക് ഒരു സംശയവും വേണ്ടാന്ന്. നിന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു മാപ്പാണല്ലേ ഇത്. ആർക്കാണ് ഇത് വഴികാട്ടി? മുത്തക്കിങ്ങൾക്ക്. ആരാണ് മുത്തക്കിങ്ങൾ? അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവരല്ലേ. സഹോദരിമാരെ, ഈ സൂറ വെറും ഒരു നിയമ പുസ്തകമല്ലല്ലേ, ഇത് മനുഷ്യരാശിയുടെ ചരിത്രമാണ്. നമ്മൾ ആരാണ്, എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ ഇതിലുണ്ട് അല്ലേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ നമ്മളെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള കഥയാണ് അള്ളാഹു ഈ സൂറയിൽ പറയുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കഥ. അള്ളാഹു മലക്കളോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അപ്പോൾ മലക്കൾ ചോദിച്ചു, നാഥ, ഇവിടെ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചീന്തുന്ന ഈ വർഗത്തെയാണോ നീ സൃഷ്ടിക്കുന്നത്? നിന്നെ സ്തുതിക്കാൻ ഞങ്ങളില്ലേ എന്ന്. ഈ മലക്കുകൾക്കെല്ലാം നമ്മളെ മനുഷ്യരെ കുറിച്ച് മുമ്പേ അറിയായിരുന്നു അല്ലെ. മനുഷ്യര് അക്രമകാരിയാണ്, നന്ദികെട്ടവരാണെന്ന്. പക്ഷെ അള്ളാഹു നൽകിയ മറുപടിയോ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നല്ലേ. ആ മറുപടിയുടെ പൊരുള് എപ്പോഴെങ്കിലും കണ്ണാടിയുടെ മുന്നിലൊക്കെ നോക്കി നമ്മ ഒന്നിനും കൊള്ളൂലാത്തവനാണ് എന്ന്, എനിക്കൊന്നിനും കഴിവില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിലും ഓർക്കുക, മാലാകമാർ പോലും സംശയം പ്രകടിപ്പിച്ചിട്ട് മനുഷ്യന്മാരെ ഭൂമിയിലെ സൃഷ്ടിക്കേണ്ടെന്ന് പറഞ്ഞ നമ്മെ സൃഷ്ടിച്ച റബ്ബിന് നമ്മിൽ വലിയൊരു പദ്ധതി ഉണ്ടല്ലേ. ആദം നബി അലൈഹിസ്സലാം അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ. അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് സൂറ ബഖറ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നിമിഷം ഒന്ന് ഓർത്തു നോക്കിയ. ശൈത്താനാണല്ലേ വഴിതെറ്റിച്ചത്. ഒരു തെറ്റ് പറ്റി. പക്ഷെ ആദം നബി അലൈഹിസ്സലാം എന്താണ് ചെയ്തത്? അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങി. റബ്ബേ, ഞാൻ എന്നോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചു. ഇവിടെയാണ് സൂറത്തുൽ ബഖറ നൽകുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. സുബ്ഹാനല്ലാഹ്. തെറ്റ് പറ്റാത്തവരായ മനുഷ്യരില്ല അല്ലെ. തെറ്റ് പറ്റിയാൽ നിരാശനായിരിക്കാതെ ഉടനെ നമ്മളെ റബ്ബിലേക്ക് തിരിയുന്നതല്ലേ യഥാർത്ഥ വിജയി. ആദം നബി അലൈഹിസ്സലാം ചെയ്തത് അതാണ്. എന്നാൽ ഇബ്ലീസ് ചെയ്തതോ, അവൻ അഹങ്കരിച്ചു, തെറ്റ് സമ്മതിച്ചില്ല.
ഈ സൂറ നമ്മോട് പറയുന്നത് തന്നെ ഇതാണ്: നിന്റെ ശത്രു പുറത്തല്ല, അത് നിന്റെ അഹങ്കാരമാണ്. നിന്നെ വഴിതെറ്റിക്കാൻ കാത്തിരിക്കുന്ന പിശാചാണ്. ഈ സൂറയുടെ പേര് കാരണമായ അത്ഭുത കഥ എന്താണ്? എന്തിനാണ് ഈ അധ്യായത്തിന് പശു എന്ന് പേര് വന്നത്? ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിന് എന്തുകൊണ്ട് പശു എന്ന് പേരിട്ട്? ഈ കഥ വേറൊരു പശുവിന്റെ കഥ അല്ലല്ലേ? അനുസരണക്കേടിന്റെയും ചോദ്യം ചെയ്യലിന്റെയും അവസാന സമർപ്പണത്തിന്റെയും കഥയാണല്ലേ ഇത്? ബനു ഇസ്രായേലരുടെ ചരിത്രത്തിലെ ആ സംഭവം ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നറിഞ്ഞാൽ അത്ഭുതപ്പെടും നമ്മൾ. ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ അള്ളാഹു ഒരു പശുവിന് അർത്ഥം കൽപ്പിച്ചത്. പക്ഷേ അവരത് ചെയ്തില്ല. അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് അല്ലെ? നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യാറില്ലേ ഇതുപോലെ? അള്ളാഹുവിന്റെ കൽപ്പനകൾ വരുമ്പോൾ നമ്മൾ ഒഴിവ് കഴിവുകൾ കണ്ടെത്താറില്ലേ? ഈ സൂറയുടെ ആദ്യ ഭാഗം മഹത്വവും തുടക്കവും മുത്തക്കീങ്ങൾക്കുള്ള വഴികാട്ടികളും മുനാഫിക്കുകളെ കുറിച്ചാണ് അല്ലെ പറയുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ആയത്തിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറ ബഖറയിലെ 18 വരെ ആയത്തുകൾ നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചില്ലേ? നമുക്ക് അത് നോക്കാം. സൂറ ബഖറയിലെ 5 ആയത്തുകൾ മുത്തഖീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം വരുന്ന 2 ആയത്തുകളാണ് അല്ലെ കാഫിരീങ്ങളെ കുറിച്ച് പറയുന്നത്. അതിനുശേഷം വരുന്ന 13 ആയത്തുകൾ മുനാഫിക്കീങ്ങളെ കുറിച്ചും. ശരിക്കും നമുക്ക് ചിന്തിക്കാനുണ്ടല്ലേ? അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാ രീതിയിലും കീഴൊതുങ്ങുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മുത്തഖീങ്ങളെ കുറിച്ച് വളരെ കുറച്ച് ആയത്തുകൾ മാത്രമല്ലേ പറഞ്ഞത്. ഇതിന് രണ്ടിനിടയിലുള്ള മുനാഫിക്കീങ്ങളെ കുറിച്ച 13 ആയത്ത്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളും പല സൂറകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ? ഈ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് കാരണം ഇവരെ തിരിച്ചറിയാൻ ഭയങ്കര പാടാണെന്നാണ് പറയുന്നത്. മുനാഫിക്കുകളുടെ ഫസ്റ്റ് ഉദാഹരണം കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കണ്ടില്ലേ? മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മ അദാഅത് മാ ഹൗലഹു ذهب الله بنورهم وتركهم في ظلمات لا يبصرون ثم بكم عمي فهم لا يرجعون. അത്യാവശ്യം വിശദമായിട്ട് തന്നെ നമ്മൾ കണ്ടതാണ് അല്ലേ? ഒരാൾ തീ കത്തിക്കാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ തീ കത്തിച്ചു. അതിന് ചുറ്റുപാടിലും അത് പ്രകാശം കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ വെളിച്ചം അങ്ങ് എടുത്തു കളഞ്ഞു. അവരെ ഇരുട്ടിലാക്കി. അവർ അന്ധരാണ്, ബധിരരാണ്, മുഖരാണ്. അവർ ഒരിക്കലും നേർവഴിയിലേക്ക് മടങ്ങിയില്ല എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്തതായത് 19-20 ആയത്തുകളെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. അല്ലെങ്കിൽ അവരെ ഉപമിക്കാവുന്നത് ആകാശത്ത് നിന്ന് ചൊരിയുന്ന ഒരു പേമാരിയോടാകുന്നു. അതോടൊപ്പം കൂരിട്ടും ഇടിയും മിന്നലുണ്ട്. ഇടിനാദം നിമിത്തം മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുകുന്നു. എന്നാൽ അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് വാക്കർത്ഥത്തിലേക്ക് നോക്കാം. അല്ലെങ്കിൽ കസ്വയ്യിബിൻ പോലെ, കസ്വയ്യിബിൻ പെരുമഴ പോലെയാണ്. സ്വാദ് വാ ബ അതിന്റെ റൂട്ട് ലെറ്റർ. മിനസ്സമാഇ ആകാശത്ത് നിന്നുള്ള. സീൻ മീം വാവ്. ഫീഹി അതിലുണ്ട്. ദുലുമാത് ഇരുട്ടുകൾ. ദാദ് ലാം മീം ദുലുമയുടെ പ്ലൂരലാണ് ദുലുമാത്. വറഅദുൻ ഇടിയും. റ ഐൻ ദാൽ. വബർഖുൻ മിന്നലും. ബറഖ ബർഖെന്ന് വെച്ചാൽ മിന്നല്. വന്നതിനാലാണ് മിന്നലും എന്ന് വന്നത്. യജഅലൂന അവർ ആക്കുന്നു. ജീം ഐൻ ലാം. യജ്അലൂന ആദ്യവും വാവുനൂന് അവസാനവും വന്നതുകൊണ്ടാണ് അവർ എന്ന് ഇവിടെ പറയണത്. ഇതിന് ഇതുപോലുള്ള വാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യുംഫിഖൂൻ, യുഖിനൂൻ.
അസ്വാബിഅഹും അവരുടെ വിരലുകൾ, സ്വാദ് ബ ഐൻ, ഫി ആദാനിഹിം അവരുടെ ചെവികളിൽ, ഫി പ്ലസ് ആദാൻ പ്ലസ് ഹിം, ഹംസ ദാൽ നൂൻ, ഉദുനുൻ ചെവികളിൽ, ഉദുനുന്റെ പ്ലൂരൽ ആദാൻ, മിനസ്സവാഹിക്കി ഇടിമിന്നൽ കാരണത്താൽ, സ്വാദ് ഐൻ ഖാഫ്, ഹദറ ഭയം, ഹാഹ് ദാൽ റ, അൽ മൗത്ത് മരണത്തെ കുറിച്ച്, മീം വാവ് താവ്, അല്ലാഹു മുഹീത്തും വലയം ചെയ്യുന്നവൻ, ഹാ വാ ത്വ, ബിൽ കാഫിരീൻ സത്യനിഷേധികളെ, കാഫ് ഫ റ. ഇനി നമുക്ക് തഫ്സീർ നോക്കാം അല്ലെ. 17-18 ആയത്തുകളിൽ വിശ്വാസത്തിൽ നിഫാഖ് കാണിക്കുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ് അല്ലെ പറഞ്ഞത്. ഇവിടെ നമ്മൾ 19-20 ആയത്തുകളിൽ പറയുന്നത് അമലിൽ നിഫാഖ് കാണിക്കുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ്. മുനാഫിക്കുകൾ തന്നെ പല തരത്തിലുണ്ടല്ലേ. ഇവിടെ 2 ടൈപ്പ് മുനാഫിക്കുകളെ കുറിച്ച് പറയണമെങ്കിൽ, ഒന്ന് വിശ്വാസത്തിൽ നിഫാഖ് കാണിക്കുന്ന മുനാഫിക്കും, 2 അമലിൽ നിഫാഖ് കാണിക്കുന്ന മുനാഫിക്കും. രണ്ടാമത്തെ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ഔ അല്ലെങ്കിൽ കസ്വയ്യിബിൻ പെരുമഴ പോലെയാണ്. സ്വാബ യസൂബു, സ്വാബ എന്ന് വെച്ചാൽ താഴോട്ട് വരിക. മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം താഴോട്ട് വരും അല്ലെ. എവിടെ നിന്നാണ് വെള്ളം വരുന്നത്? മീനസമാ, ഈ ആകാശത്ത് നിന്ന്. ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നതിനാൽ സകലത് ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് സമാ. മേലെയുള്ളതെല്ലാം ഇതിൽപ്പെടും. മഴ വരുന്നത് മേഘങ്ങളിൽ നിന്നല്ലേ. അപ്പം മേഘങ്ങളും 7 ആകാശങ്ങളും ഒക്കെ ഇതിൽപ്പെടും അല്ലെ. ആകാശത്ത് നിന്ന് വരുന്ന ഒരു പെരുമഴ പോലെയാണ് മുനാഫിക്കിന്റെ രണ്ടാമത്തെ ഉദാഹരണം. ഫീഹി ലുലുമാത്ത്, അതിൽ ഇരുട്ടുകളുണ്ട്. ലുലുമയുടെ പ്ലൂരല് ലുലുമാത്ത്. ഈ പെരുമഴയിൽ തന്നെ പലതരം ഇരുട്ടുകളുണ്ട്. ഒന്ന് രാത്രിയുടെ ഇരുട്ട്, 2 മേഘങ്ങൾ കാരണമുള്ള ഇരുട്ട്. നമുക്കറിയാലേ, കാർമേഘങ്ങളൊക്കെ തിങ്ങി കൂടിക്കഴിഞ്ഞാൽ ഒരു ഇരുട്ട് വരാറുണ്ട്. നല്ല പെരുമഴ പെയ്യുന്ന സമയത്ത് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ, അതും ഒരു ഇരുട്ടല്ലേ. ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഡ്രൈവ് ചെയ്യുമ്പോൾ ശക്തമായ മഴ കാരണം ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ. വറാദ്, ഇടിയുണ്ട്. ബർക്ക്, മിന്നല്. ബർക്ക് എന്ന് വെച്ചാല് ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലാഷ് ലൈറ്റ് ആണ്. ഇത് കണ്ണിനടിച്ചാൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. അത്രക്ക് ശക്തമായ വെളിച്ചമാണത്. ഇതൊക്കെ കാരണം അവരെന്താണ് ചെയ്യണത്? യജഅലൂൻ, അവർ ഇടാണ് ചെയ്യണത്. അസ്വാബി അഹും അവരുടെ വിരലുകൾ, ഇസ്ബാഹിന്റെ പ്ലൂരലാണ് അസ്വാബി. ഫി ആദാനിഹിം അവരുടെ ചെവികളിൽ, ഉദുനിന്റെ പ്ലൂരൽ ആദാൻ. മിനസ്വവാഹിക്കി ഇടിമിന്നൽ കാരണത്താൽ, ഹദറ ഭയം, എന്തിന്റെ ഭയമാണ്? അൽ മൗത്ത് മരണത്തിന്റെ. വളരെ ശക്തമായ മഴ, ആ മഴ കാരണം ഭയങ്കര ഇരുട്ട്. ആ ഇരുട്ടിലാണെങ്കിൽ ഇടിയുണ്ട്, മിന്നലും. ഇതിന്റെ കൂടെ ഇടിവാള് ഭൂമിയിലേക്ക് പതിക്കുന്നുമുണ്ട്. ആളുകളാണെങ്കിലോ അതുമൂലം ഉണ്ടാകുന്ന മരണത്തെ ഭയന്നിട്ട് അവർ ചെവിയിൽ വിരൽ വെക്കണം അല്ലെ. അവർക്ക് മരിക്കണ്ട, മരണത്തിനാണ് അവർ ഭയക്കണത്. ഇവിടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച ഖുർആൻ വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, സന്ദേശങ്ങൾ, വിധി വിലക്കുകൾ എല്ലാം മഴയോടാണ് ലഭിച്ചത്. മഴ ഭൂമിക്ക് ഒരു ജീവൻ നൽകുന്നത് പോലെ ഖുർആൻ മനുഷ്യന്റെ കണ്ണുകൾക്കും കാതുകൾക്കും ഹൃദയങ്ങൾക്കും കുളിർമ നൽകുല്ലേ. നമ്മൾ അള്ളാഹുവിലേക്ക് എല്ലാ അർത്ഥത്തിലും അഭയം തേടണല്ലേ. നമ്മുടെ കാഴ്ചയും കേൾവിയും എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യല്ലേ. ആ റബ്ബിനോട് നമ്മൾ അഭയം തേടൽ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമല്ലേ. മഴ എന്നാല് ഖുർആനാണല്ലേ. ഇടി ഖുർആനിലെ താക്കീതുകളും, മിന്നല് ഖുർആൻ നൽകുന്ന വെളിച്ചങ്ങളുമാണ്. ഖുർആനിലെ ഓരോ ആയത്തിൽ ഇറങ്ങുന്നത് ചില മുനാഫിക്കുകളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അവർക്കുള്ള താക്കീതുകളായിരിക്കും. അതൊന്നും കേൾക്കാതെ നമ്മൾ തിരിഞ്ഞു പോകാൻ ശ്രമിക്കുകയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ഇടിയും മിന്നലും കാറ്റൊക്കെ ഉള്ള സമയത്ത് നമ്മ അവിടെ നിന്നിട്ട് ചെവിയിൽ വിരൽ കുത്തി കയറ്റി വെച്ചാല് അതിന് നമ്മ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല അല്ലെ. ആ ഇടിയുടെ സൗണ്ട് കേൾക്കുന്നത് കുറച്ചൊന്ന് കുറയുന്നു മാത്രല്ലേ ഉള്ളൂ. ഒരു പ്രാവ് വേട്ടക്കാരൻ തന്നെ പിടിക്കാൻ വരുന്നതിനെ പേടിച്ച് കണ്ണൊക്കെ പൂട്ടി അടച്ച് തല കുമ്പിട്ട് അനങ്ങാതിരിക്കുന്ന പോലെ അതിന്റെ വിചാരം എന്താണ്? വേട്ടക്കാരൻ എന്നെ കാണില്ല എന്നാണല്ലേ. ആ പ്രാവ് അങ്ങനെ നിന്നത് കൊണ്ട് വേട്ടക്കാരനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല അല്ലെ. വേട്ടക്കാരൻ അതിനെ വെടിവെച്ച് കൊണ്ടുപോകും അല്ലെ. ആളുകൾ പേടി കൊണ്ട് യഥാർത്ഥത്തെ മറക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുനാഫിക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ അറിയാം ഇത് അപകടത്തിലേക്കുള്ളതാണ്. ഒരു കളവ് പറയുമ്പോൾ ഇത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്.
ഇന്നത്തെ നിലനിൽപ്പിന് വേണ്ടി പല നുണകളും പറഞ്ഞ് കാര്യങ്ങൾ സാധിക്കാൻ നോക്കുന്നവരുണ്ട് അല്ലെ. അവനറിയാം താൻ ചെയ്യുന്ന ഓരോ കാര്യവും തെറ്റാണെന്ന്, അവൻ അംഗീകരിക്കില്ല. ഇതൊന്നും കുഴപ്പമില്ല എന്ന രീതിയിൽ അവൻ അഭിനയിക്കും. അവൻ അങ്ങനെ അഭിനയിച്ചത് കൊണ്ട് സത്യമല്ലാതാകുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അത് ഒരു വലിയ കാര്യമാക്കാതെ നിസ്സാരമായി കണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കും അല്ലേ. അതെന്താണ്? പരലോകത്തിൽ ശരിയായ യക്കീനില്ലാത്തത് കൊണ്ടാവും. അല്ലെങ്കിൽ ഞാൻ അവിടെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാകാം. അങ്ങനെ തെറ്റുകൾ തുടർന്നു പോകുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ. അവിടെയൊക്കെ നമ്മൾ രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ല അല്ലെ. പ്രവാചകനും സഹാബിമാരും അള്ളാഹുവിന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മയിൽ നിന്ന് അത്രയും മാറി അവർ നിന്നിട്ടുണ്ടെങ്കിൽ, അവർക്കില്ലാത്ത എന്ത് കാരുണ്യാണ് അല്ലെ നമ്മൾക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്നത്. തിന്മയുടെ അനന്തരഫലം എന്ന് പറയുന്നത് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയാണ് അല്ലെ. ആ യാഥാർത്ഥ്യം നമ്മൾ അഭിമുഖീകരിച്ചേ മതിയാവും. അതിനാൽ നമ്മൾ ആ സത്യത്തിൽ തന്നെ ജീവിക്കണം. എന്ത് തെറ്റ് ചെയ്താലും ഇതിന് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നു ഉൾക്കൊണ്ട് ജീവിക്കണം. പക്ഷെ ഒരു മുനാഫിക്കോ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കും. അവൻ സത്യത്തിൽ ജീവിക്കൂല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയണ്, വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. അള്ളാഹു സത്യനിഷേധികളെ പൂർണ്ണമായും വലയം ചെയ്തിരിക്കുകയാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അറിവ് കൊണ്ടും അള്ളാഹുവിന്റെ ശക്തി കൊണ്ടുമാണ് അല്ലെ അള്ളാഹു അവരെ വലയം ചെയ്തിരുന്നത്. അള്ളാഹുവിന് ശരിക്കും അറിയാലേ നമ്മൾ ആരാണ്, എന്താണ് ചിന്തിക്കുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും. നമ്മുടെ കളവുകളും തിന്മകളും എല്ലാം അള്ളാഹുവിന് അറിയാലേ. അള്ളാഹുവിന്റെ ആ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും പറ്റൂല അല്ലെ. സൂറ റഹ്മാനിൽ തന്നെ അള്ളാഹു പറയുന്നില്ലേ 33-ാമത്തെ ആയത്തില്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പക്ഷെ നിങ്ങൾ കടന്നു പോയിക്കൊള്ളുക. ഒരു അധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ കടന്നു പോവുകയില്ല. ഒരാൾ ഒരുപാട് തിന്മകളൊക്കെ ചെയ്ത് അതൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ എന്ന് അഭിനയിച്ച് ചെവിയിൽ വിരലും തിരികെ സത്യത്തെ മറച്ചു വെച്ച് ജീവിച്ചു എന്ന് വെച്ചിട്ട് നാളെ യൗമുൽ ഖിയാമയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രക്ഷയുമില്ല അല്ലെ. നമ്മുടെ ഹൃദയത്തിലുള്ളതും നമ്മുടെ ചിന്തകൾ പോലും അറിയുന്നവനാണ് അല്ലെ നമ്മുടെ റബ്ബ്. അള്ളാഹുവിന്റെ ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തവരാണ് അല്ലെ. മുനാഫിക്കുകളെ കുറിച്ച് ഇത്രയും വിശദമായി പഠിക്കാനും മനസ്സിലാക്കാനും തിരുത്താനും സാധിച്ചത് നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുകൊണ്ടല്ലേ. ഈ ആയത്തുകൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ചത് എന്താണ്, നമ്മളെല്ലാം കൊണ്ടും ഓക്കെ ആണെന്നല്ലേ. എന്നാൽ നമ്മളെല്ലാം മുഅ്മിനാണെന്നല്ലേ, മുഅ്മിനിന്റെ പോലും ലക്ഷണങ്ങളാണെന്നല്ലേ. മുഅ്മിനിന്റെ പോലും ലക്ഷണങ്ങളൊന്നും മുഴുവനും എന്നിൽ ഇല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇതിനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് അല്ലെ. ഇതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമുക്ക് അടുത്ത ആയത്ത് നോക്കാം അല്ലെ. ആയത്ത് 20. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. മിന്നൽ അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും. ഇരുട്ടാകുമ്പോഴോ അവർ നിന്നു പോവുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ തീരെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമായിരുന്നു. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇതിന്റെ വാക്കർത്ഥം നോക്കാം അല്ലെ. യകാദു ആകാറാകുന്നു, അതിന്റെ റൂട്ട് കാഫ് വ ദാൽ. അൽ ബർക്ക് മിന്നൽ, ബ റ ഖാഫ്. യഖ്തഫു റാഞ്ചിയെടുക്കുക, ഖ ത ഫ. അബ്സ്വാറഹും അവരുടെ കാഴ്ചകളെ, ബ സ്വാദ് റ. കുല്ലമ അദാഅ അത് വെളിച്ചം നൽകുമ്പോഴെല്ലാം, സ്വാദ് വാവ് അംസ.
ഹംസ. ലഹും അവർക്ക്, മശവും അവർ നടക്കുന്നു, മീം ഷീൻ യാ, ഫീഹി അതിൽ, ഇദാ അദ്ലമ അത് ഇരുട്ടാക്കിയാൽ, ദ്വാദ് ലാം മീം, അലൈഹിം അവർക്ക്, ഖാമു അവർ നിൽക്കും, ഖാഫ് വാവ് മീം, വലൗ ഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഷീൻ ഷിയാ ഹംസ, ലദഹബ അവർ പോയി കളയുമായിരുന്നു, ദാൽ ഹാ ബ, ബിസംഇഹിം അവരുടെ കേൾവിയും കൊണ്ട്, സീൻ മീം ഐൻ, വ അബ്സ്വാരിഹിം അവരുടെ കാഴ്ചയും കൊണ്ട്, ബ സ്വാദ് റ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, ഷീൻ യാ ഹംസ, ഖദീർ കഴിവുള്ളവനാണ്, ഖാഫ് ദാൽ റ. ഇനി തഫ്സീർ നോക്കാം അല്ലെ. അള്ളാഹു പറയാണ്, യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. കേദ യക്കാദു, കേദ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാറായി എന്ന് പറയുന്നതാണ്. ഏകദേശം മിന്നൽ വരാറായി നിൽക്കുന്ന സമയം. ഖത്തിഫ യഖ്തഫു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ. ഒരു കാക്ക നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പലഹാരം പെട്ടെന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകൂലേ, അതുപോലെ മിന്നൽ അവരുടെ കാഴ്ചകളെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ പോലെ. ബസറ പ്ലൂരൽ അബ്സ്വാർ കാഴ്ചകൾ. കുല്ലമ അളാഅ ലഹും മശൗ ഫീഹി വഇദാ അദ്ലമ അലൈഹിം ഖാമു ഓരോ പ്രാവശ്യവും അവർക്ക് വെളിച്ചം നൽകുമ്പോഴൊക്കെ അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും, എന്നാൽ ഇരുട്ടാകുമ്പോഴോ അവർ നിന്നു പോകും. അള്ളാഹു പറയാണ്, വലൗ ഷാ അല്ലാഹു ലദഹബ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിശ്ചയമായും അവർ പോകുമായിരുന്നു, ബിസംഇഹിം വ അബ്സ്വാരിഹിം അവരുടെ കേൾവിയും കാഴ്ചയും കൊണ്ട്. അള്ളാഹുവിന് ഒരു ഇടിയും മിന്നലും ഇല്ലാതെ തന്നെ അവരുടെ കേൾവിയും കാഴ്ച എടുത്തു കളയാൻ പറ്റുമായിരുന്നു അല്ലെ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ നിശ്ചയമായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഖദീർ എന്നാല് ഖാഫ് ദാൽ റ, ഖുദ്റ ഏതൊരു കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാൽ ചെയ്യാൻ പറ്റും. അള്ളാഹുവിന്റെ ഖുദ്റത്ത് വിശാലമാണ് അല്ലെ. എന്തിനേയും ഏതിനേയും സൃഷ്ടിക്കാനും നമുക്ക് കിട്ടിയതിൽ മാറ്റം വരുത്തുവാനും നല്ലതിനെ മോശമാക്കാനും മോശമായതിനെ നന്നാക്കാനും ഒക്കെ നമ്മുടെ റബ്ബിന് കഴിവുണ്ട് അല്ലെ. അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചാൽ മാത്രമേ അവന്റെ ഈമാൻ പൂർണ്ണാവുള്ളൂ. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അല്ലെ, ഒരാൾ ഉഹുദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാലും ഖദറിൽ അയാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. എന്താണ് ഖദർ എന്നാൽ? എന്താണ്? നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം അല്ലേ. നമുക്കതുണ്ടോ? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി, ഒരുപാട് പ്രാർത്ഥനകൾ, നമസ്കാരം, മറ്റുള്ള ഇബാദത്തുകളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാള്, അയാൾക്കാണെങ്കിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഉണ്ട്. അള്ളാഹുവിനോട് എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതിനൊന്നും ഒരു ഉത്തരവും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും തോന്നൂലേ, അള്ളാഹു എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഉത്തരം തരാത്തെന്ന്. അള്ളാഹു ഇവിടെ പറയണത് എന്താണ്? നിങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ ഒരിക്കലും പാഴാക്കുകയേ ഇല്ല, അതെല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇവിടെ മറുപടി കിട്ടുന്നില്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല അല്ലെ. നാം ദുആ ചെയ്ത് ചോദിച്ചതിന് പോലും പ്രതിഫലം ഉണ്ടെന്നാണ് അള്ളാഹ് പറയണത് അല്ലെ. പിന്നെ എന്തിനാണ് അല്ലെ നമ്മ പേടിക്കുന്നത്? ഈ ദുനിയാവിലെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണതയേ അല്ല, കാൽഭാഗമോ പകുതി ഭാഗമാണ് അല്ലെ. ബാക്കിയുള്ള നമ്മുടെ ജീവിതം മൊത്തം വരാനുണ്ട്. അവിടേക്കുള്ള പ്രതിഫലത്തിന് വേണ്ടി ചില സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ദുനിയാവിൽ കൊടുക്കൂല അല്ലെ. അതിന് അവൻ ക്ഷമിച്ചാലോ കണക്കില്ലാത്തത്രയും പ്രതിഫലം അവർക്ക് അള്ളാഹു കൊടുക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിരാശപ്പെടണ്ട അല്ലെ. നമുക്ക് കിട്ടുന്ന പ്രതിഫലം അറിയുമ്പോൾ ഒരു സത്യവിശ്വാസി പറയും, ഒന്നുകൂടി പരീക്ഷിക്കാമായിരുന്നു റബ്ബേ എന്നെയെന്ന്. ഈ ഭൂമിയിൽ പരീക്ഷിക്കപ്പെടാത്ത ജനങ്ങള് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം എനിക്ക് കൂടെ തന്നുകൂടായിരുന്നു റബ്ബേ എന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കാഫിരീങ്ങളെ എടുത്തു പറഞ്ഞ, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്ത മുനാഫിക്കുകൾ അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടഞ്ഞിട്ടേയില്ല, എന്നാൽ അവർ മുസ്ലിമായി തന്നെ ജീവിക്കുന്നവരാണ് അല്ലെ. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഇരുട്ട് തന്നെയാണ്.
അമല് കാപട്യം കാണിക്കുന്നവരാണല്ലേ. നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലെ. ആ ബോധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലല്ലേ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മുടെ എല്ലാം തറവാട് സ്വർഗമല്ലേ. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ ശരിക്കും ബുദ്ധിമുട്ട് തന്നെ വേണം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ അള്ളാഹു അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തത്. നമ്മളോ തോന്നിയ പോലെ ജീവിച്ചിട്ട് നമുക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇടിയുടെയും മിന്നലിന്റെയും നടുവിൽ നിന്നിട്ട് ചെവിയിൽ വിരൽ വെക്കണ പോലത്തെ വിഡ്ഢിത്തല്ലേ. ഈമാൻ എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താൻ നാം പരിശ്രമിക്കുക തന്നെ വേണല്ലേ. ഈമാനിനെ നിലനിർത്തണമെങ്കിൽ അതിന് കേടുപറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ ഉണ്ടെന്ന് അറിഞ്ഞ് അതിനെ നുള്ളിക്കളയണം. ഈമാനിന് നമ്മൾ വില കൊടുത്തേ മതിയാകൂ. നമ്മുടെ ഹൃദയത്തിലെ കറുത്ത പുള്ളികൾ മായ്ച്ചു കളയാൻ ശ്രമിക്കണം. ഹൃദയത്തിന്റെ ഒരു രോഗമാണല്ലേ അത്. ഹൃദയത്തിന്റെ രോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചികിത്സിക്കൽ നിർബന്ധമാണ് അല്ലേ. അല്ലെങ്കിലോ ആ രോഗം വളർന്ന് എല്ലാ ഭാഗത്തും പടർന്ന് നമ്മളെ തന്നെ ഇല്ലാതാക്കും. മുനാഫിക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിലും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം അല്ലെ, ഇതിൽ എന്തെങ്കിലും മാറ്റം എനിക്ക് വരുത്താനുണ്ടോന്ന്. ആ രോഗം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് നമ്മിലുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ തന്നെ ചികിത്സിച്ച് ഭേദമാക്കിയേ പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ള ചുവടുകൾ എടുത്തേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മൾക്ക് കാഴ്ചയൊക്കെ ഉണ്ടാവും, കാണേണ്ടതൊന്നും കാണാൻ പറ്റൂല, കേൾക്കേണ്ടതൊന്നും കേൾക്കാനും പറ്റൂല അല്ലെ, പറയേണ്ടതൊന്നും പറയാനും പറ്റാതാവും. അതനുസരിച്ച് ജീവിച്ചാൽ നാളെ ആഖിറത്തിൽ അതിനുള്ള പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരും. ഇത് ഉറപ്പായ ഒരു കാര്യമാണ് അല്ലെ. മുനാഫിക്കിന്റെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടില്ലേ. വെളിച്ചം കത്തിക്കാൻ ആവശ്യപ്പെട്ടു, വെളിച്ചം കിട്ടി, പിന്നെ ആ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. ഇത് ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിച്ചു വരികയും പിന്നീട് കാപട്യം സ്വീകരിക്കുകയും ചെയ്തവരാണ് അല്ലെ. ചുറ്റുപാടും ഹിദായത്താകുന്ന ആ വെളിച്ചം കിട്ടിയിട്ട് ഇസ്ലാമിൽ നിന്ന് പോകുന്നവരെ നമുക്ക് കാണാം അല്ലെ, അന്യമതസ്ഥരുമായി പോകുന്നവര്. അപ്പോൾ അള്ളാഹു അവരുടെ വെളിച്ചമാകുന്ന ഹിദായത്തിനെ അങ്ങ് എടുത്തു കളയുമല്ലേ. സുബ്ഹാനല്ലാഹ്. റബ്ബ് നമ്മയും നമ്മുടെ മക്കളെയും കുടുംബാദികൾ എല്ലാവരെയും ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനോ കാത്ത് രക്ഷിക്കട്ടെ. മരണം വരെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ. അള്ളാഹുവെ, നീ തന്ന കേൾവിയും കാഴ്ചയും നീ തന്ന നാവും നിന്റെ ദീനിന് വേണ്ടി എന്റെ സ്വർഗത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള കഴിവ് നീ എനിക്ക് താ റബ്ബേ. ദുആ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോ നമ്മുടെ ഈമാൻ നിലനിർത്താൻ വേണ്ട നമ്മൾ നമ്മുടെ ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമുക്ക് അള്ളാഹു തന്ന കേൾവിയും കാഴ്ചയും എല്ലാം വേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് ഈമാനോട് കൂടി മരിക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നമ്മ പോലും അറിയാതെ നമ്മുടെ ഈമാൻ അള്ളാഹു എടുത്തു കളയും. പിന്നെ ഒരിക്കലും മടങ്ങി വരാനും പറ്റില്ല അല്ലേ. അമലിൽ നിഫാക്കുള്ളവരുടെ വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാണ് അല്ലെ. അവരുടെ ഹൃദയത്തിൽ ഒന്ന്, പ്രവൃത്തി മറ്റൊന്ന്. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എവിടെ ചെന്നും സത്യം പറയാൻ നമുക്ക് യാതൊരു പേടിയും വേണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചം വരുമ്പോ നടക്കും, ഇരുട്ട് വരുമ്പോൾ നിൽക്കുന്നവരാകും. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. പ്രയാസം വരുമ്പോഴോ അവർ അവിടെ നിന്ന് കളയും. സീസണലായിട്ട് അല്ലെ. നമ്മൾ ഇഷ്ടമുള്ള കൂട്ടത്തിൽ ചെല്ലുമ്പോൾ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട് എന്ന് കണ്ടാൽ അവരും പോകും. എന്നാൽ മറ്റൊരു കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അവർ പള്ളിയിലൊന്നും പോണില്ല, നിസ്കരിക്കുന്നില്ല. അപ്പൊ ഞാനും നിസ്കരിക്കേണ്ട, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരാണല്ലേ. അതുപോലെ ഒരു കൂട്ടര് മക്കനെയൊക്കെ ഇട്ട് ഫുൾ ഔറത്ത് മറിച്ച് വസ്ത്രധാരണം ചെയ്യുമ്പോൾ അവരും അങ്ങനെ ചെയ്യും. മറ്റൊരു കൂട്ടത്തിൽ ചെല്ലുമ്പോഴോ മക്കനൊന്നുമില്ലാതെ മുടിയെല്ലാം അഴിച്ചിട്ട് പോകുന്നതും കാണാല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം അമല് നിഫാഖുള്ളവരാണല്ലേ. ദുനിയാവിലെ ഇമേജിന് വേണ്ടി ജീവിക്കുന്നവർ, പുറമെ ഇസ്ലാമാണെന്ന് അഭിനയിക്കണല്ലേ. ദുനിയാവിൽ പ്രയാസം വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കണല്ലേ അവർ ചെയ്യുന്നത്. ഒരു വീട് വെക്കണം, കയ്യിലുള്ള പൈസ തികയൂല, ലോൺ എടുക്കാം, തൽക്കാലം കാര്യം നടക്കാൻ ഇതേ വഴിയുള്ളൂ, പലിശ അത് കുഴപ്പമില്ല, കാര്യം നടക്കണ്ടേ, അങ്ങനെ പറഞ്ഞ് അള്ളാഹുവിന്റെ നിയമങ്ങളെ വളച്ചൊടിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് ഏത് സാഹചര്യത്തിലും
ഷംലത്ത് മ്യൂട്ടായി പോയിന്തോ? മ്യൂട്ടായി, ഞാൻ അറിഞ്ഞില്ല. എവിടെയാണാവോ ഞാൻ പറഞ്ഞത്? ഹിദായത്തിനുള്ളതാണല്ലേ ഖുർആൻ. ഈ ഖുർആനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അതിന് തിരഞ്ഞെടുത്തവരാണല്ലേ. ഈ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ഭാഗ്യം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. മുനാഫിക്കിന്റെ പല ലക്ഷണങ്ങളും ഈ ഗ്രന്ഥത്തിലൂടെ വിശദമായി പഠിക്കാനും തിരുത്താനുള്ള ഭാഗ്യം നമുക്ക് തന്നത് അള്ളാഹു നമ്മെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമല്ലേ. ഈ ആയത്തുകൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ചത് എന്താണ്? നമ്മ എല്ലാം കൊണ്ടും ഓക്കെയാണെന്നല്ലേ. ഒരു മുഅ്മിനിന്റെ ലക്ഷണങ്ങൾ മുഴുവൻ എന്നിലില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരഞ്ഞെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കൊണ്ട് മാത്രമല്ലേ. ഇതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കി തരാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഹൃദയത്തിലെ രോഗം മനസ്സിലാക്കാനും അതിനു വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് പാടെ നുള്ളിക്കളയാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അർഹമുറാഹിമീനായ ലോകരക്ഷിതാവായ റഹ്മാനായ റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണം റബ്ബേ. ഇബാദത്തും ഇൽമും ഞങ്ങൾക്ക് കുറവാണ് റബ്ബേ. നിനക്ക് വേണ്ടി ഇബാദത്തെടുക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റബ്ബേ. ആരോഗ്യകാലത്ത് തന്നെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റബ്ബേ. ദീനിനു വേണ്ടിയുള്ള ഞങ്ങളുടെ ഒന്നിച്ചുള്ള ഈ പരിശ്രമം നീ ശക്തിപ്പെടുത്തണം റബ്ബേ. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും പഠിപ്പിക്കാനും പഠിപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരാനും ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനായ റബ്ബേ. ലോക മുസ്ലിങ്ങൾ വളരെ വിപത്തിലേക്ക് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന ലോക മുസ്ലിങ്ങൾക്ക് നീ സംരക്ഷണം നൽകണം റബ്ബേ. സമാധാനം നൽകണം റബ്ബേ. ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ച് മരണപ്പെടുന്ന സമയത്ത് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായി ദുനിയാവും ആഹിറവും വിജയിച്ചവരായി സ്വർഗത്തിന്റെ അവകാശികളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി നീ ഞങ്ങളെ മരിപ്പിക്കണം റബ്ബേ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനായ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റഹ്മാനായ റബ്ബേ സ്വർഗം നൽകണേ അല്ലാഹ്. അവർ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കണേ റബ്ബേ. അവർ ചെയ്ത എല്ലാ നന്മകളും അധികരിപ്പിക്കണേ റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدلا في قضاؤك أسألك بكل اسم هو لك سميته به نفسك أو أنزلته به كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من قلب لا يخشى ومن نفس لا تشبه ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه أرنا الباطل باطلا وارزقنا اجتنابه. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. اللهم اغفر لي ولوالدي وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.